ഇന്നത്തെ വരാൻ പറ്റിയത് തന്നെ ഒരുപാട് സന്തോഷം. നമ്മുടെ യൂത്ത് ഐക്കണ്ട പ്ലാറ്റ്ഫോമാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മീര പ്രദീപ് എന്നാണ്. ഞാൻ SH കോളേജ് തേവരയില് MA ഇക്കണോമിക്സ് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. അമ്മ ശ്രീലത, അച്ഛൻ പ്രദീപ് കുമാർ. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, മാനസ് എന്നാണ് പേര്. അവൻ +1 പഠിക്കുന്നു. അപ്പം ഞങ്ങള് RCMലേക്ക് വന്നത് റെജിമോൻ സാറാണ് ഞങ്ങളെ RCMലേക്ക് കൊണ്ടുവന്നത്. RCMന്റെ ഗുഡ് ഡോട്ട് പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ RCMലേക്ക് കടന്നു വരുന്നതും. പിന്നെ ഇപ്പം RCMന്റെ ഉപയോഗിക്കാത്ത ഒരു പ്രോഡക്ട്സും ഇല്ല. എല്ലാം പുതിയത് വന്നാൽ അപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയും RCMല് എല്ലാ രീതിയിലും ഇൻവോൾവ് ആയിട്ട് നമ്മൾ എല്ലാവരും അതിൻ്റെ അകത്ത് പ്രവർത്തിക്കും. അമ്മയച്ഛനും പുറത്തു പോകുമ്പം ഞങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ ഇപ്പം മീറ്റിങ്ങുകൾ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പോവുക. അങ്ങനെ എല്ലാം തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ നിമിഷം നമ്മുടെ TCGയെ ഓർക്കാതെ വയ്യ. TCGയെയും പ്രിയങ്ക മാഡത്തിനെയും ഓർക്കുന്നു. പിന്നെ നമ്മുടെ മൂർത്തി സാറ്, അഖില മാഡം, നമ്മളെ കേരള ടീമിനെ നയിച്ചുകൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ മുമ്പിൽ തന്നെ കേരളത്തിനെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന, പിടിക്കാൻ കാരണമാകുന്നത് നമ്മുടെ മൂർത്തി സാറൊക്കെ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഞങ്ങളുടെ ടീം ലീഡർ ആയിട്ടുള്ള ബാബു സാറും ജെമിനി മാഡവും ഞങ്ങളുടെ മല്ലപ്പള്ളി ടീമിന് അല്ലെങ്കിൽ കോട്ടയം ടീമില് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന രണ്ട് ലീഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ബിനു സാർ, സിസിലി മാഡം, അങ്ങനെ എല്ലാ ലീഡേഴ്സിനെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അവര് തന്ന കാര്യങ്ങളും അവർ കാണിച്ചു തന്ന വഴിയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നതും. ഇന്ന് നമ്മള് ഓരോരോ അച്ചീവ്മെന്റ്സ് ഓരോരുത്തരും നേടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവരെല്ലാം പറഞ്ഞു തന്ന കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ ഈ വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപാട് അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് പുറത്ത് വന്നാലേ ശരിയാകത്തുള്ളൂ എന്നെല്ലാം നമുക്കറിയാം. നമ്മൾ ഈ കംഫർട്ട് സോൺ എന്നുള്ള വാക്ക് എപ്പോഴും മിക്ക മോട്ടിവേഷൻ വീഡിയോസിലും അല്ലെങ്കിൽ ഇപ്പം RCMന്റെ തന്നെ പല പരിപാടികളിലും നമ്മുടെ ലീഡേഴ്സ് ഉൾപ്പെടെ സംസാരിക്കുന്നതാണ് അല്ലെ, കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തു വരണം എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഈ കംഫർട്ട് സോൺ എന്താന്ന് ചിലവർക്ക് അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ എന്താണ് കംഫർട്ട് സോൺ. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോരോ കംഫർട്ട് സോൺ അല്ലേ, എങ്ങനെ അതിനെ ഒന്ന് നമുക്ക് വിവരിക്കാൻ പറ്റുന്നേ എന്ന് ആദ്യം ഒന്ന് നോക്കും. അപ്പം എല്ലാവർക്കും മിക്കവർക്കും അറിയാം നിങ്ങളുടെ ഒക്കെ എന്തൊക്കെയാണ് കംഫർട്ട് സോൺ, അല്ലെങ്കിൽ ഈ ഒരു നമ്മളിപ്പം സംസാരിക്കുന്നതിലൂടെ മൊത്തത്തിൽ ഒന്ന് കടന്നു പോകുമ്പം ഞാൻ ഏത് സോണിലാണ് നിൽക്കുന്നത്, ഞാൻ എന്റെ കംഫർട്ട് സോണിലാണോ, എന്റെ കംഫർട്ട് സോൺ എന്താണ്, ഞാൻ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നുണ്ടോ, ഇനി പുറത്തു വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഇനി വന്നാല് എന്തൊക്കെ നടക്കും, അതിന് RCM എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ RCMൽ വന്നാൽ കംഫർട്ട് സോണിനെ ഭേദിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ ഈ കംഫർട്ട് സോണിന്റെ പല സോണുകളുണ്ട്. ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുള്ള 4 സോണുകളാണ്. അപ്പൊ ഒരു കഥ നമുക്ക് നോക്കാം. അതായത് ഒരു ചെറിയ കഥ. ആ കഥയിലൂടെ തന്നെ നമുക്ക് ആ കംഫർട്ട് സോണിന്റെ ആ 4 സോണുകൾ ഏതാണെന്ന് പെട്ടെന്ന് അപ്പം മനസ്സിലാകും. അപ്പം ഒരു സന്യാസിയുടെ കഥയാണ്. ഒരു സന്യാസിയുണ്ട്. തന്റെ ശിഷ്യന്മാരെ ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് സന്യാസി ആ നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. തനിക്ക് അടുത്ത പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം സന്യാസി അവിടെ നിന്ന് പോവാ. അപ്പൊ ഒരു ശിഷ്യനെ കൂടെ കൂട്ടി. ആ ശിഷ്യനെ കൂടെ കൂട്ടിയിട്ട് സന്യാസി നടന്ന് വൈകാറായി, അതായത് രാത്രിയായി. എവിടെയെങ്കിലും ഒന്ന് തങ്ങണം. അപ്പം ശിഷ്യനോട് പറഞ്ഞു, നീ ഇവിടെ അടുത്ത് വല്ല സ്ഥലം ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കുക, നമുക്ക് ഈ രാത്രി എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചു കൂട്ടണം. നോക്കിയപ്പോ ഒരു കുഞ്ഞു കുടില് കണ്ടു. ആ കുടിലിൽ ചെന്നിട്ട് സന്യാസിയോട് ചോദിച്ചു, നമുക്ക് ഇവിടെ ചോദിക്കാം. അപ്പം സന്യാസി പറഞ്ഞു, മതി, ഇവിടെ ചോദിച്ചാൽ മതി. അങ്ങനെ ചോദിച്ചപ്പം അവിടുന്ന് ഒരു ഗൃഹനാഥൻ ഇറങ്ങി വന്നു. അപ്പം സന്യാസി എന്ന് കണ്ടപ്പം സന്യാസി ചോദിച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും ആഹാരത്തിനും കിടക്കാനും ഇത്ര സ്ഥലവും വേണം, ഉണ്ടോന്ന് ചോദിച്ചപ്പം ഗൃഹനാഥൻ പറഞ്ഞു, എന്താ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു പശുവുണ്ട്, ആ പശുവിന്റെ പാലുണ്ട്, പാലാണ് ഞങ്ങള് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പാലാണ് ഇവിടെ ഉള്ളത് ഇപ്പം. പിന്നെ കിടക്കാന് സ്ഥലം ഉണ്ടാകത്തുണ്ട്, ഇത് മതിയാവുമോ? അപ്പൊ പറഞ്ഞു, ഇത് മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആ ദിവസം സന്യാസി ഭക്ഷണമൊക്കെ കൊടുക്കാൻ നേരത്ത് സന്യാസി ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ജീവിതമാർഗം ഒക്കെ എങ്ങനെയാ? അപ്പൊ പറഞ്ഞു, അതും ഇവിടെ വേറെ വീടുകളൊന്നും അടുത്ത് കാണുന്നില്ല, അതും പട്ടണത്തിൽ നിന്ന് ഒത്തിരി മാറിയാണല്ലോ നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾ എങ്ങനെ ജീവിതമാർഗം കണ്ടുപിടിക്കുന്നത്? പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പശു ഉണ്ട്, അത് ഭാഗ്യത്തിന് നല്ല രീതിയിൽ പാല് തരുന്നുണ്ട്, അപ്പൊ ആ പാല് വിറ്റിട്ട് കിട്ടുന്നതൊക്കെ വെച്ച് നമ്മൾ തട്ടിമുട്ടിയൊക്കെ അങ്ങ് ജീവിക്കുക എന്ന് പറഞ്ഞു.
അപ്പൊ പറഞ്ഞു ഈ പശു മാത്രമേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു ഉള്ളൂ, കാരണം ഈ പശു ഇഷ്ടം പോലെ പാല് തരുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന എന്റെ പശുവാ. അത് പാലൊക്കെ തരുന്നുണ്ട്. അതിന്റെ തന്നെ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത്. തൈര് അതൊക്കെ വിറ്റ് നെയ്യ് ഉണ്ടാക്കും. അതും വിറ്റ് ഞങ്ങൾ ജീവിക്കുകയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ സന്യാസി പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ചുറ്റിനും അത്യാവശ്യം സ്ഥലമൊക്കെ ഇല്ലേ? ഈ സ്ഥലമൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ജീവിതമാർഗം മെച്ചപ്പെടുത്താൻ പറ്റും. അല്ലെ, ഒരു കുഞ്ഞു കുടിലാണ്, അപ്പം നിങ്ങൾക്ക് ഇച്ചിരൂടെ ജീവിതമാർഗം മെച്ചപ്പെടുത്താം. രണ്ട് മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ പറഞ്ഞു അത് കുഴപ്പമില്ല സന്യാസി, ഇപ്പം ഞങ്ങൾക്ക് ഇതുണ്ടല്ലോ, ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഞങ്ങൾക്ക് അന്നന്ന് വേണ്ടത് അന്നന്ന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സന്യാസിയും പിന്നെ ഒന്നും പറഞ്ഞില്ല. സന്യാസിയും ശിഷ്യനും അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി. വെളുപ്പിനെ ആയപ്പോഴത്തേക്ക് സന്യാസിക്ക് പോകണം. അപ്പൊ സന്യാസി നേരത്തെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ഉറക്കമൊന്നും ശല്യപ്പെടുത്തില്ല, ഞങ്ങൾ രാവിലെ അങ്ങ് പൊക്കോളാം, കാരണം വേറെ ഒരു സ്ഥലത്ത് എത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം സന്യാസി ഇറങ്ങാൻ നേരത്തെ ശിഷ്യനോട് പറഞ്ഞു, നീ അവിടെ കെട്ടിയേക്കുന്ന അവരുടെ ആ പശുവിനെ കണ്ടില്ലേ, ആ പശുവിനെ ഇങ്ങനെ അഴിച്ചുകൊണ്ട് വാ, നമുക്ക് അതിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ശിഷ്യൻ പറഞ്ഞു, ഇതെന്താ നമ്മള് അതും ഒരു സന്യാസി തന്റെ ഗുരുവായിട്ടുള്ള ആള് പറയാ. അപ്പൊ ശിഷ്യൻ ചോദിച്ചു അതെന്താ? അപ്പൊ പറഞ്ഞു, നീ ഞാൻ പറയുന്ന കേക്ക്, അതിനെ ഇങ്ങനെ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. ശിഷ്യന് ഒരു രക്ഷയില്ല, കാരണം ഗുരുവിന്റെ പ്രിയപ്പെട്ട ആളാണ്. ശിഷ്യൻ അതിനെ വലിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോയി. എന്നിട്ട് പോകുന്ന വഴിയിൽ ശിഷ്യൻ ചോദിച്ചു, എന്നാലും ഗുരു അങ്ങ് എന്ത് പരിപാടിയാ കാണിച്ചത്? കാരണം ആ കുടുംബത്തിന് ആകെ ഉള്ളത് ആ പശുവാണെന്ന് ഇന്നലെ മുതൽ അവര് സംസാരിക്കുകയാണ്. അവരോട് ചോദിച്ചപ്പോ എല്ലാം നമുക്ക് അതാ കിട്ടിയത്. അപ്പം ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും നടക്കുവോ? അവരുടെ കാര്യം എന്ത് കഷ്ടമാകും? സന്യാസി പറഞ്ഞു, നീ ആ പശുവിനെ നോക്കിക്കൂ, ഒരു ഒരു 2 വർഷം, അല്ലെങ്കിൽ വേണ്ട, ഒരു വർഷത്തേക്ക് നിന്റെ കയ്യിൽ ഈ പശു ഇരുന്നോട്ടെ, പക്ഷെ നീ അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുക. എന്നിട്ട് ഈ ഒരു വർഷം കഴിയുമ്പം നീ തന്നെ ഈ പശുവിനെ അവർക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ നിന്റെ വിഷമവും മാറും, ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞതിന്റെ പൊരുളും നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന് ഒന്ന് ആലോചിച്ചു, എന്നെങ്കിൽ ഗുരു പറഞ്ഞല്ലോ, ഒരു വർഷമല്ല, ഞാൻ ഇതിനെ നോക്കിക്കോളാം, ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പോയി നോക്കി. അപ്പൊ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ശിഷ്യൻ ഈ പശുവിനെ കൊണ്ട് തിരിച്ചു ചെല്ലും. അപ്പൊ തിരിച്ചു ചെല്ലുമ്പോൾ ഓർക്കും, ദൈവമേ, ആ കുടുംബം ഇനി എന്തെങ്കിലും കടുങ്ങള് ചെയ്ത് കാണുമോ, ആ സമയത്ത് എന്ത് ചെയ്ത് കാണും, അല്ലെങ്കിൽ അവർക്ക് ആ ദാരിദ്ര്യത്തിൽ നിന്ന് എങ്ങനെങ്കിലും അവർ പുറത്തു വന്നോ, ഇനിയും എങ്ങാനും ഞാനാണ് അത് പോയതെന്നും അറിയാം, കാരണം ഈ പശുവിനെ കൊണ്ടാ ചെല്ലുന്നത്. അപ്പം ഞങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ഇനി എന്നെ വല്ലതും പറയുമോ എന്നെല്ലാം ഉള്ള ഒരുപാട് ചിന്തകളോടെ ഈ ശിഷ്യൻ അങ്ങോട്ട് ചെല്ലുകയും നോക്കിയപ്പം അവിടെ ആ പണ്ടത്തെ കുടില് കാണുന്നില്ല. അത് എന്ന് വെച്ചാൽ ആ സ്ഥലം മൊത്തത്തിൽ ഒന്ന് മാറി. ഒന്നുകൂടെ നോക്കി, ഇത് തന്നെയല്ല സ്ഥലം, അല്ല ഇത് തന്നെയാണ് സ്ഥലം എന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് നോക്കിയപ്പോ ഒരു വലിയ വീട്, വീടിന്റെ ഉമ്മറത്ത് ഒരു ഗൃഹനാഥൻ ഇരിപ്പുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പം അന്നത്തെ ആ ഗൃഹനാഥൻ തന്നെയാണ്. അപ്പം ഈ സന്യാസിയുടെ ശിഷ്യനായിട്ടുള്ള ആള് ചെന്നിട്ട് ചോദിച്ചു, ഇന്ന ആളല്ലേ? അപ്പൊ പറഞ്ഞു, അപ്പോഴത്തേക്ക് ഈ പശുവിനെയും ശിഷ്യനെയും കണ്ടപ്പോഴത്തേക്ക് ഗൃഹനാഥന് മനസ്സിലായി, പെട്ടെന്ന് തന്നെ മനസ്സിലായി, കാരണം സ്വന്തം പശുവിനെ അല്ലേ. അപ്പൊ അതെല്ലാം മനസ്സിലായപ്പം ഗൃഹനാഥൻ പറഞ്ഞു, വരൂ, അകത്തോട്ട് വന്നിരിക്കൂ, നല്ല രീതിയിൽ സൽക്കാരമൊക്കെ നടത്തുന്നു. അപ്പോഴത്തേക്ക് ശിഷ്യൻ ഒരു പരിഭ്രമത്തോടെ ചോദിച്ചു, ഞാനാണ്, അല്ലെങ്കിൽ ഞങ്ങളാണ് നിങ്ങളുടെ പശുവിനെ മോഷ്ടിച്ചോണ്ട് പോയതെന്ന് നിങ്ങൾക്ക് അറിയാം, എന്നിട്ട് എന്നെ ഇത്രത്തോളം സ്നേഹത്തോടെ ഇത് സൽക്കരിക്കുന്നു, അതുകൂടാതെ നിങ്ങൾക്ക് എന്തൊരു മാറ്റമാ, നിങ്ങളുടെ വീട് വലിയ വീടായി, നിങ്ങളെ ഇവിടെ ദേ ഇപ്പം കുറെ പശുക്കൾ നിൽക്കുന്നു, കുറെ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്ന, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ആ ഗൃഹനാഥൻ പറയാണ്, നിങ്ങൾ അന്ന് ആ പശുവിനെ കൊണ്ടുപോയ ആ രാത്രി, അത് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ എന്റെ പശുവിനെ കാണുന്നില്ല. എന്റെ വീട്ടിൽ മൊത്തത്തിൽ ഒരു വിഷമമായി, ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ ദേഷ്യമായി, ഞങ്ങള് നല്ല വിഷമത്തിലായിരുന്നു. ഒരു 2-3 ദിവസം ഞങ്ങള് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ ഇരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? വിശക്കുമല്ലേ, മനുഷ്യനല്ലേ, നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകണ്ടേ, ഇങ്ങനെ ഇരുന്നാൽ എന്തെങ്കിലും നടക്കുവോ? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ചുറ്റിനുമുള്ള ഈ ഭൂമിയൊക്കെ ഞങ്ങള് കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഞങ്ങൾ പതുക്കെ, ഞാൻ മാത്രമായിരുന്നു പണ്ട് എന്റെ പശുവിനെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്, ഇപ്പൊ എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കൂടെ കൂടി ഞങ്ങൾ ഈ സ്ഥലം ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ഒക്കെ ആക്കി, എന്നിട്ട് ഞങ്ങൾ ഒരു എന്ത് തുടങ്ങി, ഒരു അഗ്രികൾച്ചർ ഫാം പോലെ അങ്ങ് തുടങ്ങി. അതായത് ആദ്യം ചെറിയ രീതിയിൽ കൃഷി തുടങ്ങി, അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മിച്ചം പിടിച്ചു. ആ മിച്ചം പിടിച്ചത് വെച്ചിട്ട് ഞങ്ങൾ ഒരു പശുവിനെ വാങ്ങി. അത് വെച്ചിട്ട് ഞങ്ങൾ പിന്നെയും പട്ടണത്തിൽ പോയി ഇതെല്ലാം സാധനങ്ങളെല്ലാം വിറ്റ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ വന്നു. ഞങ്ങൾ വീണ്ടും പശുക്കളെ വാങ്ങിച്ചു. അങ്ങനെ വന്നപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, മറ്റുള്ളവർക്ക് കുറച്ച് ജോലിയൊക്കെ കൊടുത്തു. അതാണ് 2-3 പണിക്കാരൊക്കെ അവിടെ നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ കുറെ താഴെ നിലയിൽ നിന്ന കുറെ പേരെ ഞങ്ങൾക്ക് ജോലി കൊടുക്കാനും പറ്റിയെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോഴാണ് ശിഷ്യന് സന്തോഷമായി. ഗുരു അന്ന് പറഞ്ഞതിന്റെ പൊരുള് ശിഷ്യന് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ എന്താണെന്നും, അല്ലെങ്കിൽ കംഫർട്ട് സോൺ കഴിഞ്ഞിട്ട് അടുത്ത സോൺ എന്താണെന്നും നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. ആദ്യം നമ്മുടെ കംഫർട്ട് സോൺ, നമ്മുടെ ഈ കർഷകൻ നിന്നത് കംഫർട്ട് സോണിലായിരുന്നു.
ഒരു ചെറിയ കുടുംബം, ഒരു ചെറിയ കുടില്, അവിടെ തനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പശു ഉണ്ട്. ആ പശുവിനിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ വെച്ച് ഉള്ളത് കൊണ്ട് ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു കർഷകൻ. ആ കർഷകനോട് ആദ്യം ആ ഗുരു ഇത് വേണ്ടാന്ന് പറഞ്ഞപ്പോ, അതായത് ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞല്ല, ഈ പശു ഇരിക്കെ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി ഒരു കൃഷി പോലൊക്കെ തുടങ്ങി, കുറച്ചുകൂടെ പശുക്കളെയൊക്കെ വാങ്ങിച്ച് ഒന്നുകൂടെ ഒന്ന് മെച്ചമാകാന്ന് പറഞ്ഞപ്പം, ഓ ഇത് വേണ്ട, ഇതൊക്കെ മതി എന്ന് പറഞ്ഞ എന്ത് ഗൃഹനാഥൻ എന്ത് ചെയ്തു? ഒരിക്കൽ ആ കംഫർട്ട് സോൺ ആയിട്ടുള്ള നമ്മുടെ ഗൃഹനാഥന്റെ കംഫർട്ട് സോൺ എന്താ ഇവിടെ? ആ പശു ആയിരുന്നു. അതങ്ങ് പോയപ്പോ എന്ത് ചെയ്തു? വേറെ വഴിയില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള ആ സമയത്ത് അദ്ദേഹം ഫിയർ സോണിലോട്ട് കയറുകയാണ്. അപ്പൊ ഫിയർ സോൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അങ്ങ് ഭയങ്കര ആ കംഫർട്ട് സോൺ നമ്മൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ അങ്ങ് സുഖിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മളൊന്ന് മാറി ചിന്തിക്കുന്നു. അതായത് പുറത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കും? ഞാൻ ഇങ്ങനെ ചെയ്താലോ? ആ ചെയ്താലോ വരുമ്പോഴത്തേക്ക് തന്നെ മറ്റുള്ളവർ പറയും, ഇത് ശരിയാകത്തില്ല കേട്ടോ, ഇത്ര നാൾ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇനി ഇതിന് പോയിട്ട് എല്ലാം കുളമാകും എന്ന് പറയും, അല്ലെ? മറ്റുള്ളവരുടെ കുറെ അഭിപ്രായം വരും. ഇനി ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താല് അങ്ങനെ സംഭവിച്ചാലോ എന്ന് പറഞ്ഞ് നമ്മൾ കുറെ ആലോചിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്നതും പരിഭ്രമിക്കുന്നതും ഒക്കെ ആ ഒരു ഫിയർ സോണിലാണ്, അല്ലെ? അതായത് നമ്മളെ ഇപ്പൊ ഒരു എന്താ പൂമ്പാറ്റ പറക്കുന്നതിന് മുമ്പ് അതൊരു കുക്കൂണിലാണുള്ളത്. ആ കൊക്കൂണിൽ അത് ഭയങ്കരമായിട്ട് ഒരു മൂടി കിടക്കുകയാണ് കൊക്കൂണില്. അപ്പൊ അത് അതിൻ്റെ അകത്ത് സ്ട്രഗിൾ ചെയ്യാണ്. അതായത് ഒരു പേടിയും ഭയവും എല്ലാമാണ്. അത് പൊട്ടിക്കഴിഞ്ഞ് അതിന്റെ അകത്തുനിന്ന് വരുന്ന പൂമ്പാറ്റ അതിലേറെ മനോഹരമാണ്. അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഈ ഫിയർ സോൺ എന്ന് പറയുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഒരു കൺഫ്യൂഷൻ ആയിട്ട് പേടി കൊണ്ട് നിൽക്കുന്ന ഒരു സോണാണ്. അപ്പൊ അങ്ങനെ നിന്നപ്പം ഈ ഗൃഹനാഥൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നീട് അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോഴാണ് ലേണിംഗ് സോണിലോട്ട് കിടക്കുന്നത്. ലേണിംഗ് സോണിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പുതിയ കാര്യങ്ങൾ പഠിക്കും, അല്ലെ? പുതിയ കാര്യങ്ങൾ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും. നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്യാത്ത വഴികളും ചിന്തിക്കാത്ത മാർഗങ്ങളും നമ്മൾ ചിന്തിക്കും. അതുവരെ ആ ഗൃഹനാഥന് തന്റെ ചുറ്റിനുമുള്ള ആ ഭൂമി അതുപോലെ കിടക്കുകയാണെങ്കിലും ഒരു കൃഷി തുടങ്ങണമെന്ന് ആലോചിച്ചിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അപ്പം ലേണിംഗ് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ച് നമുക്കൊരു കോൺഫിഡൻസ് ആകും. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താ, നമുക്ക് തന്നെ ഒരു ഇത് കിട്ടും, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെ? അങ്ങനെ ഒരു ആർജവം കിട്ടുന്നത് ഈ ലേണിംഗ് സോണിലാണ്. അപ്പം ലേണിംഗ് സോണിൽ നമ്മൾ കയറുമ്പോഴത്തേക്ക് നമ്മുടെ ആ കംഫർട്ട് സോണിലെ കുറെ സുഖ സൗകര്യങ്ങളൊന്നും ഈ ഫിയർ സോണിലും ലേണിംഗ് സോണിലും കിട്ടില്ല. കംഫർട്ട് സോണിൽ എല്ലാം കൊണ്ടും നല്ല രസമാണ്. അതായത് നമ്മളിപ്പം രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്നു, അല്ലെ? ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് നമ്മുടെ നല്ല മെത്തയില് പുതപ്പൊക്കെ മൂടി നമ്മൾ കിടന്നുറങ്ങുകയാണ്. രാവിലെ നമുക്ക് ആ വെട്ടമടിക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ അടച്ചു, അങ്ങ് ഭയങ്കര നെറ്റിയൊക്കെ ചുളിച്ച നമ്മളെ എഴുന്നേക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ആ വെട്ടം കാണുമ്പോൾ അങ്ങ് ഭയങ്കര അസ്വസ്ഥതയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ വെട്ടം കണ്ട് നമ്മൾ എഴുന്നേറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഫിയർ സോണിലും ലേണിംഗ് സോണിലും സംഭവിക്കുന്നത്. നമുക്ക് പ്രശ്നങ്ങൾ വരും, പക്ഷെ അതിനെ നമ്മൾ നേരിടണം. അപ്പം ലേണിംഗ് സോണിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഗ്രോത്ത് സോണിലേക്കാണ് നമ്മൾ കയറുന്നത്. ഈ ലേണിംഗ് സോൺ നമ്മൾ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും തോറും നമ്മൾ ഗ്രോത്ത് സോണിലേക്ക് അടുക്കുകയാണ്. ഗ്രോത്ത് സോണിൽ അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്രോത്ത് സോണിൽ എത്തിപ്പെട്ട ഒരാള് ആ ആളുടെ എല്ലാ കപ്പാസിറ്റിയും യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഉപയോഗിച്ച് അവര് തന്നെ നമ്മളെ പുഷ് ചെയ്യാനും നമുക്ക് വേറൊരാളുടെ ആവശ്യം വേണ്ട. ഇപ്പം ലേണിംഗ് സോണിലുള്ള ഒരാളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ എന്നും ഒരാൾ വേണം. നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്ക് ഇന്ന കഴിവുണ്ട്, നീ ചെയ്യ എന്ന് പറയാൻ ഒരാൾ വേണം. ഗ്രോത്ത് സോണിലാണെങ്കിൽ നമുക്ക് നമ്മൾ മതി, നമ്മൾ മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കും. ഗ്രോത്ത് സോൺ എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ലോങ് നമുക്ക് ഉണ്ടായിരിക്കും. ഗ്രോത്ത് സോണിൽ കയറിയാൽ പിന്നെ ആ ആള് എന്നും ഗ്രോത്ത് സോണിൽ തന്നെ ആയിരിക്കും. അതായത് ഇപ്പം എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും ഈ ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ മഞ്ജു വാര്യരുടെ സിനിമ. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് നമ്മളിപ്പം കുറെ ആ സിനിമയെ കുറിച്ച് ഇങ്ങനെ റിവ്യൂസ് ഒക്കെ വരുമ്പം നമ്മൾ വിമൻ എംപവർമെന്റ്, അല്ലെങ്കിൽ മഞ്ജു വാര്യർ എന്ന നടിയുടെ തിരിച്ചുവരവ്, പ്രായത്തെ ഭേദിച്ചുള്ള അഭിനയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ പല രീതിയിൽ അതിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ആ നായികയുടെ ഒരു കഥ ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്താൽ മതി. എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതാണ് എന്റെ ഒരു നിഗമനം. അപ്പം ആ കഥയ്ക്കകത്ത് എങ്ങനെയാ, നായിക ഒരു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. വളരെ നല്ല രീതിയിൽ ഫാമിലിയില് ഭർത്താവും മക്കളുമായിട്ട് നല്ല ഒരു ജീവിതം കൊണ്ടുപോകുന്ന ആള്. ഗവൺമെന്റ് ജോലിയിൽ എന്താണ് ചെയ്യുന്ന ജോലി തന്നെയും പിന്നെയും ചെയ്യുന്നു, പോകുന്ന ബസ്സിൽ പോകുന്നു, കാണുന്ന ആൾക്കാരെ തന്നെ വീണ്ടും കാണുന്നു, വീട്ടിൽ വരുന്നു, ഇതൊക്കെ തന്നെ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം.
ആ ജീവിതം ഒരു പരിധി കഴിയുമ്പം എല്ലാവർക്കും മടുക്കും. അതാണ് കംഫർട്ട് സോണിന്റെ പ്രത്യേകത. അതാണ് നമുക്ക് ബോറിംഗ് ആകും, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ലൈഫ് ആകും. അത് കംഫർട്ട് സോണിന്റെ തുടക്കത്തിൽ നിൽക്കുന്നവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല ഇതാണ് സുഖം എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അതിന്റെ ഒരു പരിധി കഴിയുമ്പം നമുക്കത് വിഷമം ഉണ്ടാക്കും. അല്ലെ? ആ ഒരു സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം എന്താണ് തനിക്കുള്ള പണ്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തന്റെ കഴിവുകളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് എപ്പോഴെങ്കിലും നമുക്കൊരു ചിന്ത വരും. ആ സമയത്താണ് അതിന്റെ അകത്തെ നായിക പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അല്ലെ? ഒരു എന്താ പച്ചക്കറി തോട്ടം തന്റെ ടെറസിൽ കൊണ്ടുവരുന്നു, പിന്നീട് അത് വ്യാപകമാകുന്നു, പിന്നെ എന്ത് സംഭവിക്കുന്നു, പ്രസിഡന്റിനെ കാണുന്നു, അങ്ങനെ ആ ഒരു കഥ അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പം ഒരു പിന്നീട് ആ നായികയുടെ ലെവൽ തന്നെ മാറി. അല്ലെ? ആ ഗ്രോത്ത് സോണിലോട്ട് കയറിയെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതുപോലാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം. അതായത് നമുക്ക് ഇഷ്ടമുള്ള സോണിൽ ഇങ്ങനെ നിൽക്കുക. അതായത് ഇപ്പം ചില പ്രായമായിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാല്, ഓ പ്രായമായി, പണ്ടത്തെ ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ, പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ നല്ല ഇതായിരുന്നു, ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയതാ, ഇനി ഇങ്ങനൊക്കെ അങ്ങ് പോയാൽ മതി. അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിന്റെ തന്നെ പേര് യൂത്ത് ഐക്കൺ എന്നാണ്. ഇതിന്റെ അകത്തുള്ള ആൾക്കാരും എനിക്ക് തോന്നുന്നു ആർസിമിലുള്ളവരെല്ലാം തന്നെ യൂത്തിലാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് പ്രായമാകുമ്പം നമ്മൾക്കൊരു വിചാരമുണ്ട്, പണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും ഇനിയും ചെയ്യാൻ പറ്റില്ല എന്നൊരു വിചാരമുണ്ട്. പക്ഷെ പണ്ട് ചെയ്ത കാര്യങ്ങൾ ചിലപ്പം ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിനേക്കാളും മെച്ചമായിട്ട് എന്തായാലും പ്രായമായിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെ? നമ്മളിപ്പം മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു ആക്ടറിന്റെ കാര്യം പറഞ്ഞു. അപ്പം അദ്ദേഹം പണ്ട് ചെയ്തതിനെക്കാട്ടിലും എത്ര മെച്ചമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലാതെ പണ്ട് ചെയ്ത മമ്മൂട്ടി ചെയ്ത എത്ര ഇപ്പൊ ചെയ്യുന്നില്ല എന്നാരും പറയുന്നില്ല. നമ്മൾ എപ്പോഴും പ്രായമാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, എല്ലാം ഇച്ചിരൂടെ മെച്ചമായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ യൂത്ത്ഫുൾനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് ഉറപ്പായിട്ടും RCA മെമ്പേഴ്സിന് എല്ലാവർക്കും കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം യൂത്ത് ആയിട്ടുള്ള സമയത്ത് എന്താണെന്നറിയോ, നമ്മളിപ്പം എല്ലാം ചെയ്യാൻ ഒരു ആർജവമുണ്ട്. ഇപ്പം ഒരു ടീനേജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയും ചോരത്തിളപ്പിന്റെ പ്രായമാണ്, എന്തും ചെയ്യാൻ ഒരു തന്റേടം ഉണ്ട്. ഈ തന്റേടം എല്ലാ പ്രായത്തിലും നമുക്ക് ഉണ്ട്, അല്ലാതെ നമുക്ക് ഒരിടത്ത് നഷ്ടപ്പെട്ടു പോയിട്ടല്ല. എല്ലാരും പറഞ്ഞു വെച്ചേക്കാണ്, ഓ പ്രായമായ പിന്നെ ഇങ്ങനാണ്. അല്ല, എല്ലാവർക്കും ആ കഴിവൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഈ 4 സ്റ്റേജ് കണ്ടു. എന്തൊക്കെയായിരുന്നു? കംഫർട്ട് സോൺ, ഫിയർ സോൺ, ലേണിംഗ് സോൺ, അതുപോലെ തന്നെ ഗ്രോത്ത് സോൺ. അങ്ങനെ 4 സോണിൽ എവിടാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും ഒന്ന് അറിയാൻ പറ്റുമായിരിക്കും. അല്ലെ? രാവിലെ എഴുന്നേക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ RCMന്റെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്ന സമയത്തോ ഞാൻ ഏത് സോണിലാണ്, അല്ലെ? ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ സെല് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഏത് സോണിലാണ് നിൽക്കുന്നത്, ഞാൻ എന്റെ ചുറ്റുപാടുള്ള ആൾക്കാർക്കാണോ, അതോ ഞാൻ വേറെ വഴികൾ തരാറുണ്ടോ? ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഈ 4 സ്റ്റേജ് വെച്ചിട്ട് നോക്കണം. അപ്പം ഞാൻ ഏത് സ്റ്റേജിലാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. ഇനി അപ്പൊ നമ്മൾ എല്ലാ സോണുകളും പറഞ്ഞു. ഇനി ഈ സോണുകളിൽ നിന്ന് നമുക്ക് പുറത്തു വരണ്ടേ? അല്ലെ? പുറത്തു വരണം എന്ന ആഗ്രഹം നമുക്ക് തോന്നല്ലേ? ഇതെല്ലാം കേട്ടപ്പോ ഓക്കെ, ഗ്രോത്ത് സോൺ ഉണ്ട്, നമ്മൾ ഇപ്പോഴും കംഫർട്ട് സോണിലാണെങ്കിൽ പുറത്ത് വരണ്ടേ? വരാൻ പറ്റും, എളുപ്പമാണ്. പ്രത്യേകിച്ച് RCM മെമ്പേഴ്സിന് അത് നിസ്സാരമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പം ആ ഗ്രോത്ത് സോണിലേക്ക് കയറാനുള്ള 7 ചവിട്ടുപടികളാണ് പറയുന്നത്. ഈ പടികൾ RCM ഇങ്ങനെ പണിഞ്ഞിട്ടേക്കാണ്, നിങ്ങൾ കയറി പോയാൽ മതി. അതേ ഇവിടെ പറയാനുള്ളൂ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ പുട്ട് യുവർ സെൽഫ് ഇൻ ന്യൂ എൻവയൺമെന്റ്. നിങ്ങളെ ഒരു പുതിയ എൻവയൺമെന്റിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടെത്തിക്കുക. അതായത് ഇപ്പൊ സാധാരണ രീതിയിൽ വീട്ടമ്മമാരാകട്ടെ, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാകട്ടെ, അവരെന്നും കാണുന്ന ഓഫീസ് കാണുന്നു, എന്നും കാണുന്ന അടുക്കള കാണുന്നു, അവിടെ തന്നെ എന്നും ചെയ്യുന്ന പ്രക്രിയകൾ തന്നെ ചെയ്യുന്നു. മിക്ക ജോലികളും അങ്ങനെയാണ്. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ള ജോലികളെല്ലാം തന്നെ അങ്ങനെയാണ്. പണ്ട് മുതൽ സർക്കാർ ജോലി വാങ്ങിക്കാന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ആവേശത്തോടെ എല്ലാവരും പോകും, കേറും. അതിൽ പിന്നെ ഒരു മെഷീൻ പോലെ, ഇപ്പം മെഷീൻ വരുക, ഇനി നമ്മുടെ ഒന്നും ആവശ്യമില്ല. കാരണം എന്നും ചെയ്യുന്ന ജോലി ഒരുപോലെ ചെയ്യാന് മനുഷ്യനില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, കാരണം മെഷീൻ അതിനെക്കാട്ടിലും വൃത്തിക്ക് ചെയ്യും. അപ്പം ആ പ്രക്രിയയാണ് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രക്രിയയിൽ നിന്ന് നമ്മളെ പുതിയൊരു എൻവയൺമെന്റിലേക്ക് പ്ലേസ് ചെയ്യണം. അതായത് ഇപ്പൊ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ആ സ്ഥലത്ത് തന്നെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? അപ്പം നമ്മൾ RCMൽ വന്നാലുള്ള പ്രത്യേകത എന്താണ്? നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ തന്നെ RCMല് ഇപ്പൊ അമ്മയുടെ അച്ഛന്റെയും കൂടാണ് ഞാൻ പോകുന്നതല്ല, ഞാൻ സ്വന്തമായിട്ട്, ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എങ്കിൽ കൂടെ ഞാൻ എത്ര പുതിയ സ്ഥലങ്ങളും പുതിയ ആൾക്കാരെയും കണ്ടു, പുതിയ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്.
അതാണ് പുട്ട് യുവർ സെൽഫ് ഇൻ എ ന്യൂ എൻവയൺമെന്റ്. RCMൽ വന്നാൽ ഉറപ്പായിട്ടും അത് സാധിക്കും. കാരണം നമുക്കിപ്പം രാജഗിരിയിൽ ഒരു മീറ്റിംഗ് വെച്ചു, അവിടെ നമ്മളെ വേറെ ആരെങ്കിലും വിളിക്കുമോ? RCMന്റെ മീറ്റിംഗിലല്ലേ പോകാൻ പറ്റത്തുള്ളൂ. കല്യാണത്തിന് അവിടെ കല്യാണം അല്ലെങ്കിൽ ആരെങ്കിലും വെക്കണം, അതല്ലാതെ വേറെ ഒരു വഴിയില്ല. പിന്നെ നമ്മൾ ആരങ്ങോട്ട് വിളിക്കാനാ? അപ്പൊ അങ്ങനെ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ നമ്മളെ വിളിച്ച് നമുക്കൊരു നല്ല എക്സ്പീരിയൻസ്, ഇപ്പം ഈയിടെ തന്നെ ഗാമ ഹൊറൈസണോന്റെ ഒക്കെ ആണെങ്കിൽ മീറ്റിംഗ് ആണെങ്കിലും നടന്നു, അല്ലെങ്കിൽ ഈ അടുത്ത ഇടയ്ക്ക് മീറ്റിംഗ് നടന്നായിരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ നടക്കുമ്പോൾ നമുക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് പോവാണ്. അപ്പം നമ്മൾ ആ പുതിയ സ്ഥലങ്ങളിലേക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു, പുതിയ ലീഡേഴ്സിനെ കാണുമ്പോൾ നമ്മളിൽ തന്നെ അത് മാറ്റം ഉണ്ടാക്കും. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്, നമ്മൾ നമ്മളെ തന്നെ എവിടായിരുന്നോ നമ്മൾ അതിൽ നിന്നൊന്ന് നമ്മളെ മാറ്റി ചിന്തിക്കാനും മാറ്റി നിർത്താനും ശ്രമിക്കുക. അപ്പം തന്നെ നമുക്കൊരു മാറ്റം കാണാൻ സാധിക്കും. അടുത്തത്, കമ്മിറ്റ് ടു എ ചലഞ്ച്. ചലഞ്ച് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒരു ഭയമാവും. ചലഞ്ച് എന്തോ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ചാലഞ്ചിങ് ആയിട്ടുള്ള, ഇപ്പം യൂത്ത് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. പക്ഷെ ഇച്ചിരി ഒന്ന് ഒരു 30 above ഒക്കെ ആകുമ്പം ചലഞ്ച് എന്ന് കേട്ടാ വേണ്ട വേണ്ട, റിസ്ക് എന്ന് നമ്മൾ പറയും. പക്ഷെ ചലഞ്ച് വേണം, നമ്മൾ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം RCMൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഉണ്ട്. RCMൽ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. RCMൽ നമുക്ക് എത്ര ടാർഗറ്റ് ആണ്, ഓരോരോ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് ടാർഗറ്റ് കാണിച്ചു തരും. നിങ്ങൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യൂ, അല്ലെങ്കിൽ ഇത്ര എന്താ PV ചെയ്യൂ എന്ന് നമ്മൾ ബുക്ക് പറയുന്നില്ല. അതായത് ഓരോരോ കാര്യങ്ങൾക്ക് നമുക്ക് RCMൽ ചിട്ടായിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിനെ തന്നെ നമുക്ക് ചലഞ്ച് ആയിട്ട് കാണാം. ഓക്കെ, ഈ മാസത്തെ എന്റെ ചലഞ്ച് ഇതായിരിക്കണം, അല്ലെങ്കിൽ ഈ അടുത്ത മാസം ഞാൻ ഇത്രയും ലെവൽ ഞാൻ കയറും. അങ്ങനെ ചലഞ്ച് സെറ്റ് ചെയ്യാൻ RCMന്റെ അകത്ത് നമുക്ക് ചലഞ്ചസ് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ വളർത്താൻ പറ്റത്തുള്ളൂ, അല്ലെ? നമ്മൾ പണ്ട് അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു, ഇപ്പൊ എന്റെ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മുന്നോട്ട് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് എങ്ങനെ അതിനെ നേരിടണം എന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പം രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങളെ പുതിയ ചലഞ്ചിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടുവരിക. പുതിയ ടാർഗറ്റുകളും പുതിയ പ്ലാനുകളും RCM അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏതാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നത്, ഓക്കെ ഈ പ്രാവശ്യം ഇത് ചെയ്യാം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റണം. അടുത്തത്, ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ് ഓൺ ഫെയിലിയർ. ഫെയിലിയറിനെ കുറിച്ചുള്ള ആ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ തോൽവി എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്താഗതി പലർക്കും ഒരു മോശം ചിന്താഗതി. തോറ്റാൽ പിന്നെ ജീവിതത്തിന്റെ അവസാനമാണല്ലേ. ഒരു പരീക്ഷയിൽ തോക്കുമ്പോൾ തന്നെ പരീക്ഷയിൽ തോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെയെങ്കിലും പഠിക്കുന്നത്, തോക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ടല്ലായിരിക്കും. അപ്പം തോൽവി എന്നുള്ളതിനെ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കുക. ഈ പ്രാവശ്യം നമ്മൾ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു, അല്ലെങ്കിൽ ഒരു ചലഞ്ച് എടുത്തു, ഈ പ്രാവശ്യം അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഓ എന്റെ മൂഡ് പോയി, ഇനി ഞാൻ ചെയ്യത്തില്ല, ഇത് എനിക്ക് പറ്റുന്ന പരിപാടിയല്ല, ഞാൻ ഒരാളെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ പറയുന്ന കേട്ടില്ല, അല്ലെങ്കിൽ അവരെന്നോട് മോശമായിട്ട് പെരുമാറി, ഇനി ഞാൻ ഈ പരിപാടിക്കില്ല. തോൽവി അങ്ങ് നമ്മൾ തന്നെ ഏറ്റെടുക്കുക, അതല്ല വേണ്ടത്. തോൽവി, ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് സക്സസിന്റെ, അതായത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്നാണ് പറയുന്നത്. ഓരോരോ തോൽവി സംഭവിക്കുമ്പോഴും ഇവിടെ എനിക്ക് എന്താ പ്രശ്നം പറ്റിയത് എന്ന് നോക്കിയാല് നമ്മൾ ഒന്നുകൂടെ മുകളിലോട്ട് കയറും. പിന്നെയും എന്താ സംഭവിച്ചത്, നമ്മൾ വീണ്ടും മുകളിലോട്ട് കയറും. അങ്ങനെ മുകളിലോട്ട് കയറി നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ പിന്നെ പെട്ടെന്നുള്ള ഒരു കയറ്റമായിരിക്കും. അപ്പം ഓരോ തോൽവിയെയും നമ്മൾ തോൽവി എന്ന് പറയാൻ പറ്റത്തില്ല അതിനെ. തോൽവി എന്ന് പറഞ്ഞാൽ നമ്മൾ പിൻവാങ്ങുന്നതിനെയാണ് തോൽവി എന്ന് പറയുന്നത്. അതായത് ഇനി ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് തോൽവി. അപ്പൊ അതിനെ അങ്ങനെ കാണരുത്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ ഇങ്ങനെ മാറ്റി മാറ്റി വേണം മുന്നോട്ട് പോകുക. അപ്പൊ നമ്മൾ 3 സ്റ്റെപ്പ് ഇപ്പൊ പറഞ്ഞു. എന്ത്? കംഫർട്ട് സോണിന്റെ പുറത്ത് വരാനുള്ള 3 കാര്യങ്ങളാണ്. ഇനി അടുത്തത്, ജോയിൻ എ സപ്പോർട്ട് ഗ്രൂപ്പ്. അതായത് RCM ഇങ്ങനെ തുറന്നിട്ടേക്ക്, RCMന്റെ സപ്പോർട്ട് ഗ്രൂപ്പിനാണോ കുറവ്? എത്ര ടീമുകളാണ് നമുക്ക് ഉള്ളത്, അല്ലെ? ജോയിൻ എ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ, അതായത് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇപ്പം ഒരു പുസ്തകം ഉണ്ടായിരുന്നു, 5 AM ക്ലബ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ പുസ്തകം എഴുതാനുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഒരു സ്ഥലത്തുള്ള എല്ലാവരും കൂടെ, രാവിലെ എല്ലാവർക്കും എഴുന്നേക്കാൻ നല്ല മടിയാ, അല്ലെ? എല്ലാവർക്കും നല്ല മടിയായിരിക്കും. അപ്പൊ അവരെല്ലാരും കൂടെ തീരുമാനിച്ചു, നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് 5 മണിക്ക് എല്ലാവരും എഴുന്നേക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല, എക്സസൈസ് ചെയ്യണോ അതോ വല്ലതും വായിക്കണോ എന്താണെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും എന്തായാലും എഴുന്നേറ്റ് വാ, നമ്മൾ എല്ലാവരും ഉണ്ട്, എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനെ അവര് ചെയ്ത കുറെ കാര്യങ്ങള് ആണ് ഈ പുസ്തകത്തിലുടനീളം പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താണ്? നമ്മൾ എവിടെങ്കിലും വീണാൽ നമ്മൾ എന്ന് കൈ പിടിച്ച് ഉയർത്താൻ ആരെങ്കിലും ഉണ്ട്, അല്ലെ? RCMൽ അതുണ്ട്. കാരണം എന്താണ്? ഇപ്പൊ നമ്മുടെ ടീം ലീഡേഴ്സ്,
നമ്മൾ ഒരു ആർക്കാണെങ്കിലും എല്ലാ മനുഷ്യനും ഇങ്ങനെ എപ്പോഴും പോസിറ്റിവിറ്റി ഇങ്ങനെ എന്താ വിതറി നടക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ മനുഷ്യനാണ്, മനുഷ്യന് പല സ്റ്റേജസ് വരും, നമുക്ക് ഓരോ സാഹചര്യം വരും, ജീവിതമാണ്, ഓരോരോ പ്രതിസന്ധികൾ വരും, നമ്മൾ ഇടയ്ക്കൊന്ന് ഡൗൺ ആകും. ആ ഡൗൺ ആകുന്ന സമയത്താണ് നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പ്. അപ്പോഴായിരിക്കും നമ്മുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് കുഴപ്പമില്ല, ഈ പ്രാവശ്യം ഇങ്ങനെ ആയില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രമിക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? അങ്ങനെ നമ്മൾ പിന്മാറുമ്പോൾ നമ്മളെ വീണ്ടും കൈ ചേർത്ത് പിടിക്കാൻ നമുക്ക് കൂടെ ഒരു രണ്ടുപേരുണ്ടെങ്കിൽ തന്നെ ധാരാളം. ഇത് രണ്ടുപേരിൽ കൂടുതൽ നമ്മുടെ ഈ RCM ഗ്രൂപ്പിലുണ്ട്. RCM എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ, ഒരു ഫാമിലിയാണ്. അപ്പൊ ഫാമിലി ആയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരാള് പിന്നോട്ട് മാറുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ ലീഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം RCM വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആരും പിന്നോട്ട് പോകത്തില്ല, കാരണം മുന്നോട്ട് കൊണ്ടുവരാൻ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പാണ്, 5ാമത്തെ സ്റ്റെപ്പാണ് ഇനി ഞാൻ പറയുന്നത്, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ടേക്ക് ബേബി സ്റ്റെപ്സ്. ബേബി സ്റ്റെപ്സ് അല്ലെ, കുഞ്ഞു പിള്ളേർ നടക്കുന്ന കണ്ടിട്ടില്ല, അതായത് ഇങ്ങനെ പിച്ച വെച്ച് നടക്കുക എന്ന് പറയുന്നത് നമ്മള്, അല്ലെ? ആദ്യം അവര് നടക്കുന്നതിന് മുമ്പ് അവര് കമഴ്ന്ന് വീഴുന്നു, പിന്നെ അവർ മുട്ടയിലഴയുന്നു, പിന്നെ അവര് പതുക്കെ പതുക്കെ നടക്കുന്നു. കുഞ്ഞ് ഈ നടക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ വീഴും, അവിടെ ഇവിടെ ഒക്കെ പോയി ഇരിക്കും. ഉടനെ കുഞ്ഞ് പറയോ, വേണ്ട ഇനി ഞാൻ നടക്കുന്നില്ല എന്ന് തീരുമാനിച്ച് കുഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും നടക്കുമോ? അങ്ങനെ ഇരിക്കുവോ കുഞ്ഞ്? ഇല്ല, കുഞ്ഞു പിള്ളേരൊന്നും അങ്ങനെ ഇരിക്കാറില്ല. നമ്മൾ വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് മടുത്തു, ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ബേബി സ്റ്റെപ്സ് ആയിരിക്കണം. അതായത് ഒറ്റയടിക്ക് നമ്മൾ എല്ലാം കൂടെ അങ്ങ് മാറ്റാൻ നിൽക്കരുത്. അതായത് ഇപ്പം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം. നമ്മൾ ഇതുവരെ ഒരു 7 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് ഞാൻ 4 മണിക്ക് എഴുന്നേക്കാൻ പോവാ, ഇന്ന് അങ്ങ് തീരുമാനിച്ചു, എന്നെങ്കിൽ 4 മണിക്ക് അലാറം വെക്കുന്നു, രാവിലെ എഴുന്നേക്കോ? ഇല്ല, എഴുന്നേക്കത്തില്ല. എന്നിട്ട് 7 മണിക്ക് നമ്മൾ നോക്കുമ്പോൾ 4 മണിക്ക് ഞാൻ വെച്ചിട്ട് ശരിയായില്ല, കണ്ടോ എന്നെ കൊണ്ട് പറ്റിയില്ല, ഇനി ഈ പരിപാടിക്ക് ഞാനില്ല. അങ്ങനല്ല, നമ്മൾ ബേബി സ്റ്റെപ്സ് ആണ് വെക്കേണ്ടത്. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യരുത്. നമ്മൾ ആ ഒരു ശീലം വളർത്തിയെടുത്തത് ഒരു 2-3 കൊല്ലത്തിലൂടെ ആയിരിക്കും ഈ 7 മണി എന്ന് പറയുന്ന സമയം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ഒറ്റയടിക്ക് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. 7 മണി നമുക്ക് വേണമെങ്കിൽ 6:30 ആക്കാം, പതുക്കെ അത് 6 മണിയാക്കാം, പിന്നെ വേണമെങ്കിൽ 5:30 ആക്കാം. അങ്ങനെ അങ്ങനെ നമ്മള് നമുക്ക് തന്നെ സമയം കൊടുക്കണം. അതാണ് RCM ചെയ്യേണ്ടത്. RCM ആദ്യം വന്ന ഉടനെ ബിസിനസ് ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടിവേഷൻ ഒക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ RCM പഠിക്കണം. RCM ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ അറിയാൻ കൗതുകം ഉണ്ടായിരിക്കണം. RCM പ്രോഡക്ട്സ് എന്താണെന്നും RCM പ്ലാനും RCM എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി പതുക്കെ അതിന്റെ ഓരോരോ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പിന്നെ സാധനങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി അങ്ങനെ RCM ഓരോ സ്റ്റെപ്പുകൾ, ഓരോ പിൻ ലെവലും നമുക്ക് ഇങ്ങനെ കയറി പോകാം. അപ്പം നമ്മൾ എപ്പോഴും ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക, ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെക്കുമ്പോൾ നമ്മൾ അത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ട് ഒരാളെ പോയി കണ്ട് ഒരാളല്ല, ഒരു 5 പേരെ പോയി സംസാരിക്കാം, അത് നമുക്ക് പറ്റുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മൾ പോയി ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വരുന്നു, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് നമുക്ക് വേണ്ടത്. ഇനി 6ാമതായിട്ടുള്ളത് റൈറ്റ് ഡൗൺ യുവർ ഗോൾസ്. അല്ലെ, ഈ ഗോൾസ് എഴുതി വെക്കുക. അത് ശരിക്കും RCM വന്ന എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താണ്, RCM വരുമ്പോൾ നമ്മൾ എല്ലാവരും ലീഡേഴ്സ് ആണെങ്കിലും ആദ്യം തന്നെ പറയുന്നത് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ എയിം സെറ്റ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ അത് എഴുതി വെക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിൽ കണ്ടാൽ പോരാ, എഴുതി വെക്കണം. അത് നമ്മൾ ഒരു ദിവസത്തിൽ 2 തവണയെങ്കിലും ഒന്ന് എടുത്ത് വായിക്കണം. നമുക്ക് വായിക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം അത് എടുത്ത് വെക്കുന്നത്. കാരണം എന്തിനാണ്, നമ്മൾ ഈ ഗോൾസ് ഇങ്ങനെ നമ്മൾ കാണുമ്പം നമ്മൾ എന്തിനാണ് ഒരു കാര്യം ചെയ്യുന്നതെന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം എന്നും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും, അല്ലെ? നമ്മളിപ്പം രാവിലെ എഴുന്നേക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കും, ഇനി എന്താ ചെയ്യുന്നേ എന്നറിയത്തില്ല. അല്ല, രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ഇന്ന ഒരു പുസ്തകം വായിക്കണം എന്നൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എഴുന്നേക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, എനിക്കത് ചെയ്യണം. അതുപോലാണ് നമ്മൾ RCM പ്രവർത്തിക്കുമ്പോൾ. നമുക്ക് സ്വപ്നങ്ങൾ വേണം, ഒരു കാറ് വേണം, വീട് വേണം, ഇതൊന്നും നമ്മുടെ അത്യാഗ്രഹമല്ല. നമുക്ക് പണ്ട് പോലെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതായത് നമ്മളെല്ലാം മിനിമൽ ആയിരിക്കണം, അതായത് മെറ്റീരിയലിസ്റ്റിക് ആവരുത്. നമ്മൾ ഒരുപാടൊന്നും ആവശ്യത്തിൽ കൂടുതലൊന്നും ആലോചിക്കാൻ പാടില്ല, എല്ലാവർക്കും എല്ലാം ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെ കുറെ ഡയലോഗ്സ് അല്ലെങ്കിൽ മനസ്സിലൊക്കെ നമുക്ക് വരും, അത് ഉറപ്പാണ്. അങ്ങനല്ല, നമുക്ക് സ്വപ്നം കാണാം, എനിക്കൊരു വലിയ കാറ് വേണം, ഞാൻ സ്വപ്നം കാണും, അത് എനിക്ക് നേടാൻ പറ്റും. സ്വപ്നം കണ്ടാൽ മാത്രമേ അത് നേടാൻ സാധ്യമാവത്തുള്ളൂ. കാരണം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക. എനിക്കത് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കുറച്ച് പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കണം, അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം.
അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ എഴുതി വെക്കണം. RCMൽ വരുന്ന ഓരോരുത്തർക്കും ഗോൾസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ RCMൽ നമുക്ക് ഇങ്ങനെ കത്തിക്കയറാൻ പറ്റത്തുള്ളൂ, അല്ലെ? നമുക്കൊരു വണ്ടിയിൽ നമുക്ക് ഓടണമെങ്കിൽ എന്ത് വേണം? ഫ്യൂവൽ വേണം, ഇന്ധനം വേണം. ഇന്ധനമായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെയൊക്കെ ഉള്ള സ്വപ്നങ്ങൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങൾ, അല്ലെ? RCM എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്, ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള സ്വപ്നങ്ങൾ. അങ്ങനെ ഏത് ലെവലിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ ആ ലെവലിൽ നിങ്ങൾ സ്വപ്നം കാണുക, അതിനൊരു അതിർവരമ്പില്ല. ഇനി അടുത്ത കാര്യമാണ് എക്സ്പ്ലോർ. ഏഴാമത്തെ നമ്മുടെ ലാസ്റ്റ് ഒരു ഇതാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുക, അല്ലെ? പുതിയ കാര്യങ്ങൾ കാണുക, മനസ്സിലാക്കുക, ഇതിനെയാണ് നമ്മൾ എക്സ്പ്ലോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. RCMല് അതിന് ഇഷ്ടം പോലെ അവസരമുണ്ട്, ഇല്ലേ? നമുക്ക് എത്ര ട്രിപ്പുകളാണ് അല്ലെങ്കിൽ എത്ര യാത്രകളാണ് നമുക്ക് നടത്താൻ പറ്റുന്നത് RCMൽ. ഇപ്പം എന്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഇതിൽ വന്നേ പിന്നെയാണ് അവരിപ്പം ഇന്ത്യയിലുള്ള രാജസ്ഥാൻ, ഡൽഹി, അതുപോലെ തന്നെ നമ്മുടെ RCMന്റെ വലിയ ഫാക്ടറികൾ, അവിടെ എല്ലാം പോയി വിസിറ്റ് ചെയ്തു. അതുപോലെ എന്റെ അനിയൻ, അവനാണെങ്കിലും ഈ പ്രാവശ്യം RCMന്റെ നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി. അങ്ങനെ പോകാൻ പറ്റുന്നത് RCMൽ മാത്രമേ ഉള്ളൂ, അല്ലെ? നമ്മൾ ബാക്കിയുള്ള ഏതെങ്കിലും നമ്മുടെ കടയിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ എവിടാ ഉണ്ടാക്കിയത്, ഇങ്ങനെ ഉണ്ടാക്കിയത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പോലും നമുക്കറിയത്തില്ല. പരസ്യത്തില് ഏതോ ഒരു ആക്ടറോ ആക്ട്രസോ വന്ന് ഇത് നല്ലതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു, ആൾക്കാർ അത് പോയി അങ്ങ് വാങ്ങിക്കുന്നു, ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല, അല്ലെ? നമുക്ക് പക്ഷേ നമ്മുടെ RCM മെമ്പേഴ്സിന് അല്ലെങ്കിൽ RCMന്റെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവർക്ക് ഉള്ള ഭാഗ്യം എന്ന് വെച്ചാൽ എന്താണ്? ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ തുറന്നിട്ടേക്കാണ്. അതും നമ്മൾ അവിടെ ചെന്നാലും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, ഞാൻ പോയിട്ടില്ല, അമ്മയും അച്ഛനും ഒക്കെ പോയപ്പം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമ്മളെ വളരെ നല്ല രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അതും ഇത്രയും സ്ഥലങ്ങള് അവരുടെ ഇത്രയും പ്രായത്തിൽ, അതായത് അമ്മയും അച്ഛനും വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ രണ്ടുപേരും പോകുന്ന ഇത്രയും സ്ഥലങ്ങളിൽ പോകുന്നത് ആദ്യമായിട്ട്, RCMൽ വന്നേ പിന്നാണ് ഇത്രയും സ്ഥലങ്ങളിൽ പോകുന്നത്. അതെല്ലാം കാണുന്നു, അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപെടുന്നു, അവിടുത്തെ ഫുഡുകൾ കഴിക്കാൻ പറ്റുന്നു, അവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നു, അല്ലെ? നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ കിട്ടുക, അല്ലാതെ നമ്മൾ ഒരിടത്ത് തന്നെ നിൽക്കുകയല്ല. ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഇങ്ങനെ പറ്റുമോ? അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ആ ആള് തന്നെ വിചാരിച്ച് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം ആൾക്ക് ഇത് ചെയ്യാൻ. ഇത് എന്ത് ചെയ്യാ? ഇത് RCM നമ്മളോട് പറയാ, നിങ്ങൾ പൊക്കോ, നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾ അവിടെ പോകും, നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകും, നിങ്ങളെ ഇത് ഞങ്ങൾ കാണിക്കും എന്ന് RCM നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്. അപ്പം നമ്മുടെ കംഫർട്ട് സോണിനെ ഭേദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ വേണ്ട എല്ലാ കാര്യങ്ങളും എന്തുണ്ട്? നമ്മുടെ RCMൽ ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ലീഡേഴ്സിനെ എടുക്കുക, അതായത് ഇപ്പൊ മൂർത്തി സാറിനെ പോലെയുള്ള ലീഡേഴ്സ് ഒക്കെ ആണെങ്കിൽ അവര് ശരിക്കും നമ്മുടെ കംഫർട്ട് സോണും കഴിഞ്ഞ് എല്ലാ സോണും കഴിഞ്ഞ് ഇപ്പൊ ഗ്രോത്ത് സോണിൽ നിൽക്കുകയാണ് ഇവരെല്ലാരും. അവരെ നോക്കിയാൽ നമുക്കറിയാം, കാരണം അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് ഇത്രയും ജനങ്ങളെ RCMലുള്ള ഓരോരുത്തരെയും ഇങ്ങനെ മോട്ടിവേറ്റഡ് ആക്കി നിർത്തി നമ്മുടെ RCM ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, കേരളത്തിൽ മുന്നോട്ട് പോകുന്നു. അപ്പം അങ്ങനെയുള്ള ലീഡേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അവര് ഗ്രോത്ത് സോണിൽ ചെന്നിട്ടും എന്നാലും അവർക്ക് വീട്ടിൽ ഇരിക്കരുതോ, അല്ലെ? അവർക്ക് വേണ്ട വരുമാനം കിട്ടുന്നുണ്ട് RCMന്ന്, അത്രയും നാളും പണ്ട് അധ്വാനിച്ചതിന്റെ എല്ലാം അവർക്ക് ഇപ്പം അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് അവരുടെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ? പക്ഷേ അവരങ്ങനല്ല ചെയ്യുന്നത്. ഗ്രോത്ത് സോണിൽ വന്ന ഒരാളുടെ പ്രത്യേകതയാണ് അവരെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരാളാവണം നമ്മൾ, അല്ലെ? ഇപ്പൊ മൂർത്തി സാറൊക്കെ ആണെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ മീറ്റിങ്ങിന് ഓടി ചെല്ലുക, അവരുടെ പല കാര്യങ്ങൾ, പല പേഴ്സണൽ കാര്യങ്ങൾ, ഇപ്പൊ ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, അതെല്ലാം മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മുടെ RCMന്റെ ഓരോരോ മീറ്റിംഗിൽ വരുന്നത്. അതൊരിക്കലും അവർക്ക് ബുദ്ധിമുട്ടുമല്ല, അവരത് ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും ഊർജ്ജസ്വലതയോടെയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പൊ ഗ്രോത്ത് സോണിൽ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്നും ചെയ്യാതെ ഇരിക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഗ്രോത്ത് സോണിൽ കയറി ഒരാൾക്ക് ഒരിക്കലും അത് പറ്റത്തില്ല. കാരണം അത്രയും നാളും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു നിർത്തല് പറ്റത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി, ഇത് തന്നെയാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാല് ശരിയാവില്ല. ആകെ ഒരു ജീവിതമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുക. നമ്മുടെ കുറെ ടാലൻസ് ഒക്കെ കാണുമല്ലേ? നമുക്ക് പലർക്കും, ഇവിടെ ഇരിക്കുന്ന പലർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ പല ടാലൻസ് ഉണ്ട്, നമ്മുടെ കഴിവുകളുണ്ട്. അതിപ്പം മിക്കവാറും പഠിക്കുന്ന കാലഘട്ടത്തിലായിരിക്കും എല്ലാവരും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത്. പാട്ട് പാടുമായിരിക്കും, ഡാൻസ് കളിക്കുമായിരിക്കും, കുറച്ചു പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമായിരിക്കും, ചിരിപ്പിക്കാനുള്ള കഴിവ് കാണും, അല്ലെ? അങ്ങനെ പല കഴിവുകളുള്ള, അല്ലെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവ് കാണും. ഇങ്ങനെയുള്ളവരെല്ലാം എന്ത് സംഭവിക്കും? ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് അവര് ഇല്ല, എല്ലാം കഴിഞ്ഞു, കുടുംബമായി, ഇനി ഇത് മതി, ഞങ്ങളുടെ വീട്,
ഞങ്ങൾ ഇങ്ങനൊക്കെ അങ്ങ് പോകും എന്നങ്ങ് തീരുമാനിച്ച് ഇതെല്ലാം മാറ്റി നിർത്തും. പക്ഷെ അങ്ങനല്ല വേണ്ടത്. നമുക്ക് ഇതെല്ലാം ഉണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, യൂത്തിലുള്ള ആൾക്കാര് ഇപ്പൊ അവരുടെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുകയാണ് എന്ന് വെച്ച് യൂത്ത് കഴിഞ്ഞ ആൾക്കാർക്ക് ആ ലെവലിൽ നിൽക്കാൻ പറ്റില്ല എന്നല്ല, അവരതിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറുകയാണ്. അല്ലെ, RCMലോട്ടുള്ള എല്ലാ പ്രോഗ്രാമിനും RCMൽ നമുക്ക് അവസാനം ഒരു പാട്ടൊക്കെ ഇട്ട് തന്നിട്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാം അല്ലെ. എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളെ പോലെ നിങ്ങൾക്കും ഡാൻസ് കളിക്കാം, നിങ്ങൾക്കും പാട്ട് പാടാനുള്ള അവസരമുണ്ട്. RCMന്റെ ഓരോരോ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോഴത്തേക്ക് പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന നമ്മുടെ കുറെ പേരുണ്ട്. അവരൊക്കെ ആണെങ്കിൽ പ്രോട്ടീസ് വെച്ചും അല്ലെങ്കിൽ നമ്മുടെ എന്താ ഗുഡ് ഡോട്ടിന്റെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, അതെല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നു, അവർക്ക് അത് സന്തോഷമാകുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഏതൊക്കെ കഴിവുള്ള മേഖല വെച്ച് നമുക്ക് RCMൽ പ്രവർത്തിക്കാമെന്ന് നമ്മൾ തന്നെ നോക്കണം. സംസാരിക്കാൻ കഴിവുള്ളവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാം അല്ലെ. ഒരു മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പം, ഇപ്പം എന്റെ അച്ഛനൊക്കെ ആണെങ്കിൽ എപ്പോഴും മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ രാത്രിയിലൊക്കെ അച്ഛൻ ഇരുന്ന് ചിരിക്കുന്ന കാണാം. എന്താ, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ലീഡേഴ്സും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയും പാട്ട് പാടുന്നു. ഇപ്പൊ ഓണത്തിനൊക്കെ ആണെങ്കിൽ ഇതിന്റെ അകത്തൂടെ പാട്ടൊക്കെ പാടുന്നു, എല്ലാവരും കഥയൊക്കെ പറയുന്നു, വീട്ടിലുണ്ടാക്കി ഓണത്തിന് സ്പെഷ്യൽ ഉണ്ടാക്കിയതൊക്കെ കാണിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ഫാമിലി പോലെ നമ്മള് എല്ലാം ഉണ്ട്. നമ്മൾ RCMൽ പ്രവർത്തിക്കുന്നു, പഠിക്കുന്നു, അതിന്റെ കൂടെ നമ്മുടെ കഴിവുകളെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഒരു അവസരം വേറെ എവിടെയാ കിട്ടുന്നത് അല്ലെ. ഇന്നത്തെ ഈ ഒരു ഇന്ത്യയുടെ ഒരു അവസ്ഥ എടുത്താല് നമ്മൾ പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. കാരണം എന്താ, എല്ലാവർക്കും റെഗുലർ ജോബാണ് വേണ്ടത്. പണ്ട് മുതലേ നമ്മളെ ശീലിപ്പിച്ചേക്കുന്ന കാര്യമാണ്, ഒരു സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പിന്നെ ജീവിതം സെറ്റാണ് എന്നാണ് പറയുന്നത്. അതിപ്പോഴുള്ളവരും പലരും പറയാറുണ്ട്. എന്നാലും കുറച്ചുകൂടെ മാറി ചിന്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. യുവതലമുറയൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ മാറി ചിന്തിക്കുന്നുണ്ട്. കാരണം സർക്കാർ ജോലി കയറിയ എന്താ സംഭവം, നമ്മൾ ചെയ്യുന്ന സാധനം തന്നെ ഒരു 10-16 കൊല്ലത്തേക്ക് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. കിട്ടുന്ന ശമ്പളം തന്നെ ഒരു 1000-ഓ 2000-ഓ ഒക്കെ കൂടി കൂടി കിട്ടും. വേറെ പ്രശ്നമൊന്നുമില്ല അല്ലെ. എന്തെങ്കിലും നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷെ RCMൽ അങ്ങനല്ല. നമ്മൾ വന്ന ഇങ്ങനെ കേറി കേറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ RCMന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ. അപ്പം ഇതാണ് നമുക്ക് കംഫർട്ട് സോണിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് കംഫർട്ട് സോണില് പുറത്തു വന്നാലാണ് നമുക്ക് ഇതെല്ലാം കിട്ടും. അപ്പം കംഫർട്ട് സോണിന്റെ അകത്ത് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ കഥ പറയാം. അതായത് ഒരു കഴുകൻ എന്നറിയാലോ, കഴുകൻ എന്ന് പറഞ്ഞാല് നല്ല ഉശിരുള്ള ഒരു പക്ഷിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ കഴുകന്റെ ഒരു കഴുകന്റെ ഗ്രൂപ്പ്, അതിനൊരു ലീഡറും ഉണ്ട്. ഇവരെല്ലാരും കൂടി ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. നോക്കിയപ്പോ ഒരു ദ്വീപ് കണ്ടു, അതായത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് കണ്ടു. ഈ ദ്വീപിലേക്ക് ഇവരെല്ലാരും പറന്നു ചെന്നു. നോക്കിയപ്പോ ഈ ദ്വീപ് അടിപൊളി ഒരു സ്ഥലമാണ്, അവർക്ക് വേണ്ട കഴിക്കാനുള്ള ആഹാരവും എല്ലാം തന്നെ അവിടെ ഉണ്ട്. നല്ല വെതർ കണ്ടീഷൻ, നല്ല കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. വേറെ ശല്യങ്ങളൊന്നുമില്ല. അതായത് ഇവരെ ഉപദ്രവിക്കാൻ വരുന്ന ജീവികളൊന്നും തന്നെ അവിടെ ഇല്ല. ഇവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. നല്ല സ്ഥലം. ഉടനെ ഇവരെല്ലാവരും അവിടെ ഇങ്ങനെ ഉല്ലസിച്ച് നടന്നു, ഈ കഴുകന്മാരെല്ലാം തന്നെ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ മുതിർന്നിരിക്കുന്ന ഈ ഒരു കഴുകനുണ്ട്, അതായത് ഇവരുടെ ലീഡർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ. അപ്പൊ ഈ കഴുകൻ ഇങ്ങനെ മൊത്തം ഒന്ന് വീക്ഷിച്ചിട്ട് ഒരു ആഴ്ചയൊക്കെ ആയി വന്നിട്ട് ഇവരൊന്നും ഒന്ന് പോകുന്ന ഒരു ലക്ഷണം ഇല്ല. ഒരു വിസിറ്റിംഗ് പോലാണ് നമ്മുടെ ലീഡർ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവരിവിടെ വന്ന് അങ്ങ് നിൽക്കുക. അപ്പം ഈ മുതിർന്ന കഴുകൻ എന്ന് പറഞ്ഞു, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, നമുക്ക് ഇനി ഇവിടുന്ന് പോകാം. നമുക്ക് നമ്മുടെ സ്ഥലമുണ്ട്, നമുക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിക്കാനുണ്ടല്ലേ, നമുക്ക് പോകണ്ടേ. അപ്പോഴത്തേക്ക് ഈ കൂട്ടത്തിലുള്ള എല്ലാവരും പറഞ്ഞു, എന്താ ഈ പറയുന്നത്, നമുക്ക് ഇത്രയും നല്ലൊരു സ്ഥലം കിട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണോ? ഇങ്ങനെ ഒരു സ്ഥലം എവിടെയെങ്കിലും ഇനിയും കിട്ടുമോ? അതും ഒരു ശല്യം പോലും ഇല്ല. നമുക്കാണെങ്കിൽ സമാധാനത്തോടെ ഇരിക്കാം, ഉറങ്ങാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സമയത്തിന് ആഹാരം കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, വേറെ ശല്യമൊന്നുമില്ല, കാരണം ചുറ്റിനും എല്ലാം വെള്ളമോ, ഇവിടെ എന്ത് വരാന്, ഞങ്ങൾ ഇവിടെ നിന്നോളാം, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. അപ്പം ഈ മുതിർന്ന കഴുകൻ എന്ത് ചെയ്തു, പറയുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നെങ്കിൽ ശരി, നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ എന്നാ പോവാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ഈ കുറെ നാളുകളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഈ മുതിർന്ന കഴുകൻ ഓർത്തു, കുറെ നാളായില്ല എന്റെ കൂട്ടത്തിലുള്ള മറ്റ് കഴുകന്മാരെയൊക്കെ കണ്ടിട്ട്, എന്തായാലും അവരവിടെ തന്നെ കാണുമായിരിക്കും, എന്തായാലും അവരെ ഒന്ന് പോയി കണ്ടു നോക്കാന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പകുതി കഴുകന്മാരും ചത്തിട്ടുണ്ടായിരുന്നു. കുറെ പേർക്ക് മുറിവുകളുമായിട്ട് പറക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് അവിടെ ഇനിയും വീണ് കിടക്കുകയാണ്. അപ്പൊ ഒരു വീണ് കിടക്കുന്ന കഴുകന്റെ അടുത്ത് ചെന്നിട്ട് ഈ മുതിർന്ന കഴുകൻ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത്, എന്താ ഈ കാണുന്നത്, എന്റെ മറ്റു ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, നമുക്ക് എന്താ സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചെന്നു. അപ്പോഴത്തേക്കാണ് ഈ കഴുകൻ പറയുന്നത്, ശരിക്കും അങ്ങ് പറയുന്നത് ഞങ്ങൾ അങ്ങ് കേട്ട് നമ്മളെല്ലാരും അങ്ങ് പോന്നാ മതിയായിരുന്നു. അപ്പൊ ഈ കഴുകൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്?
ഞങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ആർത്ത് ഉല്ലസിച്ചൊക്കെ നടന്നു. നമുക്ക് വേറെ പണിയൊന്നുമില്ല. അതായത് അവർക്ക് കഴുകെന്ന് പറയുമ്പം അവരുടെ നഖങ്ങളൊക്കെ നല്ല കൂർത്തുള്ള നഖങ്ങള്, അവരുടെ ചുണ്ടുകളാണെങ്കിൽ അതുപോലെ കൂർത്ത ചുണ്ടുകള്. അപ്പം നമുക്ക് വേറെ മൃഗങ്ങളെ ഒന്നും വേട്ടയാടി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമുക്ക് കിട്ടും. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഞങ്ങൾക്ക് ആരെ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ജീവിതം അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ദേ ഇവിടെ ഒരു കപ്പൽ അടുക്കുന്നത്. ആ കപ്പൽ അടുത്തപ്പം ഞങ്ങൾ നോക്കി എന്താണെന്ന്. നോക്കിയപ്പം അതിന്റെ അകത്തുനിന്ന് കുറെ വന്യജീവികളെ കുറെ ആൾക്കാർ ഇറക്കി വിട്ടുന്നു. അതായത് ഈ വന്യജീവികളെ കൊണ്ടുവന്നിട്ട് ഇതൊരു വന്യജീവി സങ്കേതം പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിക്ക് വന്നതാണ് അവര്. അവരഴിച്ചു വിട്ടു. ഈ വന്യജീവികളൊന്നും ആദ്യം ഞങ്ങളൊന്നും ചെയ്തില്ല. കാരണം നമ്മളും അവരുമായിട്ട് ഇങ്ങനെ ഒരു നല്ല രീതിയിൽ പോയി. ഞങ്ങൾക്കാണെങ്കിലും ഞങ്ങളുടെ പണ്ടത്തെ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈകളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ചുണ്ടുകളൊക്കെ അങ്ങ് മൂർച്ചയൊക്കെ കുറഞ്ഞു പോയി. എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആഹാരമൊക്കെ കിട്ടി ഞങ്ങൾ അങ്ങനെ പോവായിരുന്നു. അങ്ങനെ ഞങ്ങൾ എപ്പോഴാണോ ഞങ്ങൾ താഴേക്ക് അല്ലെങ്കിൽ വീക്ക് എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് ആയത്, അപ്പോഴത്തേക്ക് ഇവിടെയുള്ള ജീവികൾ, വന്യജീവികൾ ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. അതായത് ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് എപ്പം മനസ്സിലാക്കിയോ അപ്പോൾ ആ ജീവികൾ ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഇതാണ് നമുക്ക് കംഫർട്ട് സോണിൽ ഇരിക്കുമ്പം സംഭവിക്കുന്നത്. അതായത് നമ്മൾ അവിടെ ഇരുന്നാൽ നമ്മുടെ ഉള്ള കഴിവുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് പിന്നീട് അത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പിന്നെ പറ്റില്ല. അവിടെ ഇരുന്നിരുന്ന് അങ്ങനെ പോയാൽ പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി, നമുക്ക് പുതിയതായിട്ടൊരു കാര്യം തുടങ്ങാനുള്ള പാട്, എല്ലാം നമുക്ക് എല്ലാം പാടായിരിക്കും. അല്ലെങ്കിൽ എല്ലാം നമുക്ക് നഷ്ടമാകും, നമുക്ക് ഉണ്ടായിരുന്ന കഴിവുകളെല്ലാം. ഇത് തന്നെയാണ് ആ കഴുകന്മാർക്കെല്ലാം സംഭവിച്ചത്. അന്ന് നമ്മൾ ആ മുതിർന്ന കഴുകൻ പറയുന്നത് കേട്ടിട്ട് ആ സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലങ്ങളിൽ പോയായിരുന്നെങ്കിൽ പുതിയ സ്ഥലങ്ങൾ കാണാമായിരുന്നു, അല്ലെ? പുതിയ കാഴ്ചകൾ കാണാമായിരുന്നു, പുതിയ അനുഭവങ്ങൾ കിട്ടിയേനെ. അവർക്ക് ഇച്ചിരൂടെ നല്ല ശക്തിയുള്ള ചിറകുകളും നല്ല കൂർത്ത കൈകളും നല്ല കൊക്കുകളും കിട്ടി അവരിപ്പോഴും നല്ല ആരോഗ്യത്തോടെ നല്ല ഉഷിരോടെ നിന്നേനെ. എന്നാൽ അതൊന്നും വേണ്ടാന്ന് വെച്ച് എവിടെയാണോ തനിക്ക് സുഖം കിട്ടിയത് അവിടെ മാത്രം നിന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കുണ്ടായിരുന്ന കഴിവുകൾ പോലും നഷ്ടപ്പെട്ടു. ചിറകുള്ളവർ പറക്കണമെന്നാണ്. നമുക്ക് എല്ലാവർക്കും ചിറകുണ്ട്. നമ്മുടെ ചിറകുകൾ എന്താണ്? നമ്മുടെ കഴിവുകളാണ്. നമ്മൾ അത് ഉപയോഗിച്ച് പറക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് നമ്മുടെ RCM എന്ന് പറയുന്നത്, അല്ലെ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്കിവിടെ കിട്ടാത്ത അവസരങ്ങളില്ല. അപ്പം നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എവിടാണ്? ലൈഫ് ബിഗിൻസ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ എവിടെ തീരുന്നോ അവിടെയാണ് നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. ആദ്യമൊക്കെ നമുക്കൊരു അസ്വസ്ഥത തോന്നും, അല്ലെ? ഇപ്പം നമ്മുടെ ഉറങ്ങിക്കിടന്ന് നമ്മുടെ കണ്ണിലേക്ക് വെട്ടം അടിക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഇതിൽ വരുന്ന ഈ പ്രോസസ്സിൽ വരുന്ന ഇതിന്റെ ഭാഗമാണ്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, നമുക്ക് വിഷമം ഉണ്ടാകും. എന്നാലും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താണെന്നറിയോ? സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്തതിന്റെ തൃപ്തിയാണ്. അല്ലാതെ ഒരുപാട് നമുക്ക് പണം കൂട്ടി ഇടുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നതോ മാത്രമല്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു, നമ്മുടെ കഴിവ് നമ്മൾ പരമാവധി പ്രയോഗിച്ചു എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാര്യം കിട്ടുന്നത്. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ എന്തുകൊണ്ടും RCM ആണ് നല്ലത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ അത് പുറത്തെടുത്തുകൊണ്ടുവരും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു 7 സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യാൻ. ഈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, RCM നമുക്ക് ഇങ്ങനെ പണിതിട്ടേക്കാണ്. മറ്റുള്ളവർക്കുണ്ടല്ലോ, അതായത് RCMന്റെ പുറത്തുള്ളവർക്ക് എന്ത് ചെയ്യണം? ആദ്യം ഓരോരോ സ്റ്റെപ്പും പണിത് ഉയർത്തണം. അതായത് പുതിയ എൻവയൺമെന്റ് കണ്ടുപിടിക്കണം, ചലഞ്ചസ് അവർ തന്നെ കണ്ടുപിടിക്കണം, അല്ലെ? അവരുടെ ചിന്താഗതികൾ അവർ തന്നെ മാറ്റണം. പക്ഷെ RCM ഇതെല്ലാം ഇങ്ങനെ തുറന്നിട്ടേക്കാണ്. നിങ്ങൾ അതിലൊന്ന് കയറി നിൽക്കൂ, RCM പറയുന്ന രീതിയിൽ ഒന്ന് നടന്നു നോക്കൂ, ആ വഴി കൂടെ ഒന്ന് പോയി നോക്കൂ. അപ്പം എന്തായാലും ആർക്കാണെങ്കിലും ഈ കംഫർട്ട് സോണുകളെ ഭേദിച്ച് ഗ്രോത്ത് സോണിലേക്ക് കയറാൻ സാധിക്കും. അത് RCMൽ തന്നെ ഉണ്ട്. അത് ഇന്നത്തെ ഒരു യൂത്തിനാണെങ്കിലും ഉള്ള ഒരു ഇതാണ്. അതായത് സാധാരണ ഈ ജോലികൾ തേടിക്കുമ്പോ ഇപ്പൊ ഈ AI വരുമ്പോ എല്ലാവർക്കും ഒരു ഭയമാണ്. ജോലി നഷ്ടപ്പെടുമോ, ജോലി സാധ്യത കുറയുമോ? അത് ഉണ്ടാവും, ചെറിയ രീതിയിൽ ജോലി സാധ്യതകളൊക്കെ പോകും. എന്നാലും മനുഷ്യൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് മനുഷ്യന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് എവിടാണെന്ന് സാധ്യതകൾ കണ്ടുപിടിച്ച് ചെയ്യുമ്പോഴാണ്, അവിടാണ് നമ്മുടെ ഈ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വരുന്നത്. അതിൽ RCMൽ നമുക്ക് എന്തുകൊണ്ടും പ്രവർത്തിച്ച് മുന്നേറാവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇത് കേട്ട എല്ലാവർക്കും തന്നെ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ലേണിംഗ് സോൺ വരെ കയറാൻ പറ്റും. ലേണിംഗ് സോൺ വരെ പോയാൽ പിന്നെ ഉറപ്പായിട്ടും ഗ്രോത്ത് സോണിലോട്ട് നമ്മൾ കയറിയിരിക്കും. എല്ലാവർക്കും ഞാൻ എൻ്റെ നമസ്കാരം, നന്ദി.
താങ്ക് യു മാഡം, താങ്ക് യു. വെരി വണ്ടർഫുൾ സെഷൻ. എന്താ പറയുക, ഒന്നും